ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വ്യാഴാഴ്ച അതിലുപരി മലയാളികൾക്ക് പ്രിയങ്കരനായ പൃഥ്വിരാജിന്റെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ രാജേട്ടാ. ഹാപ്പി ബർത്ത്ഡേ രാജേട്ടാ. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു തീ ഇറക്കി വിട്ടിട്ടുണ്ട്. വൈശാഖിന്റെ കാരണം തീയാന്ന് ഉറപ്പാണ്. ഇന്നലെ ഞാൻ ആക്ച്വലി അതിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാവും, രാവിലെ 10 മണിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ് പൃഥ്വിരാജിന്റെ തന്നെ ഇൻസ്റ്റയിലെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ല, നേരെ യൂട്യൂബ് എടുത്ത് നോക്കും മൂവി കിടക്കുന്ന കാര്യം. ഞാൻ നീ വിളിച്ചപ്പോ അത് ഞാൻ പറഞ്ഞേ ഇങ്ങനെ സാധനം, ഞാൻ ഇന്നലെ സാധനം കണ്ടായിരുന്നു, പക്ഷെ കാണാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഫസ്റ്റിനെ കണ്ട് റിയാക്ഷൻ ചെയ്യാം. എന്താണ് സ്പെഷ്യൽ വൈശാഖിന്റെയും രാജുവേട്ടന്റെയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്താണ് സംഭവം എന്താണ് അറിയാമെന്ന് വിചാരിച്ചു. എന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പറയാം. In what seems like a plot straight out of a movie script, police and customs officials have unearthed a multi-million-dollar gold smuggling racket operating in London, Nepal and Kerala. Though details remain unclear, an arrest... ഇപ്പൊ എന്തായി ഹംസേ, പെട്ടല്ലോ തന്റെ ആമിർ. ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ അവൻ കാലെടുത്ത് വെത്തിയാലും അതാ ഈ കോഫി പോസ്റ്റ് ഒരു ഗുണം. 1, 2, ready for showdown! പണിക്കർ സാറെ എങ്ങക്കറിയോ ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ ഉണ്ടായെന്ന്? ഈടെ തെക്ക് മുതലിയാരും പിന്നെ മാമ്പറയ്ക്കൽ അമ്മദാലി. വണ്ടി പിന്നെ വണ്ടി അന്നീ 4 ആളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസ്സിസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫൈ പോസ പാസ്സാക്കുന്നത്. എന്നിട്ട് ആ പോസയമേൽ ഒരു 1/2 മണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെക്കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു നരേഷൻ കണ്ടിന്യൂ ചെയ്യാം. സീനാണല്ലോ. ഇതിനായിരുന്നല്ല കുഞ്ഞു ലുക്ക്. ഞാൻ പറയാൻ വരാറുള്ളത് ഒരു രക്ഷയില്ലാട്ടോ, കൊള്ളാം, കിട്ടു ലുക്ക്. ഖലീഫ ബ്ലാക്ക് ആണല്ലോ. UK-ലും ബ്ലാക്ക് ഒക്കെ കിട്ടോ? കൊള്ളാട്ടോ. അതന്നെ UK ആണെന്ന് അറിയില്ല, അതുപോലത്തെ ഏതൊരു രാജ്യത്തിനെ ബേസ് ചെയ്തിട്ടാ പേരൊക്കെ വണ്ടിയില് പേരൊക്കെ എടുത്ത് UK-ലെ കൂടെ കണ്ടിട്ടുള്ള അവസാനം. പുള്ളി മിക്കവാറും എന്തോ പ്രശ്നം നടന്നിട്ട് കേരളത്തിൽ അത് പ്രശ്നം സോൾവ് ആക്കാൻ വന്നതാണെന്നോ, ഇന്റർനാഷണൽ ഡീലിങ്സ് നടത്തുന്ന ഒരാള്. സ്മഗ്ലിംഗ് ആണ്, ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. അത് എന്റെ ഫസ്റ്റ് വന്ന പോസ്റ്ററില് അങ്ങനെ ആയിരുന്നല്ലോ. ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടായി പണ്ട് കുറെ നാളും. ഗോൾഡ് ഇങ്ങനെ മെൽറ്റായി രാജുവിന്റെ മുഖത്ത് കൂടെ ഒഴുകി വന്നൊരു സാധനം. കുറെ നാള് എമ്പുരാൻ കഴിഞ്ഞ ശേഷം ഒളിവിൽ പോയായിരുന്നു പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു രാജുവേട്ടൻ. നമ്മളെന്നെ സംസാരിച്ചിട്ടുണ്ടല്ലോ, പൃഥ്വിരാജിന് ഒരു അപ്ഡേഷൻ ഇല്ലാണ്ടിരിക്കുന്നു. കുറെ നാളായിട്ട് പുള്ളി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഒരു പ്രസ് മീറ്റിനാണ് പിന്നെ പുള്ളിനെ കാണുന്നത്. അത് ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കൂടെ ഒരു സ്റ്റാറ്റസ് പോലും ഉണ്ടായിരുന്നില്ല എമ്പുരാൻ കഴിഞ്ഞിട്ട്. ഇല്ല, അപ്പൊ അത് അതിന്റെ ഇതായിരിക്കണമെന്നില്ല. പുള്ളി അങ്ങനത്തെ ഒരു ആളല്ല. പക്ഷെ ഇതെല്ലാം പുലി കുളിക്കാൻ പോയത്, പതുങ്ങാൻ പോയതല്ല, കുതിക്കാൻ പോയതാന്ന് പറയാൻ വേണ്ടിയാ. ആ സെറ്റപ്പിലാണ് സാധനം ഇറക്കി വിടാൻ പോണത്. ഫ്ലോപ്പ് അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു റിവ്യൂസ് പുള്ളി പ്രതീക്ഷിച്ച തന്നെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കാരണം ലൂസിഫറിനെ അപേക്ഷിച്ച് ആർക്കും അത്ര
അതായിരിക്കും ഹൈ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായി, പക്ഷെ ലൂസിഫർ വെച്ച് നോക്കാൻ പറ്റില്ല. നോക്കാൻ പറ്റില്ല. ആ ഒരു സാധനം വന്നോണ്ടാ. പിന്നെ പുള്ളിയുടെ ശരിക്കുള്ള പഴയ ക്യാരക്ടർ വെച്ച് നോക്കാൻ നേരത്ത് ഇതിൽ വന്നേക്കണ ഒരു ചേഞ്ച് ഒക്കെ വന്നതൊന്നും പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പഴയ ക്യാരക്ടർ ഇപ്പൊ അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് ആയിരിക്കും. ബർത്ത്ഡേക്ക് ഇറക്കി വിടാൻ പറ്റിയ ഗിഫ്റ്റ് ശരിക്കും അതുപോലെ തന്നെ സാധനം എടുത്ത് വെച്ചാണ്. നല്ല വിഷ്വലൊക്കെ അടിപൊളി. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ജെയ്ക്സ് ബിജോയ്സിനെ കുറിച്ച്. പുള്ളി ശരിക്കും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക്. ഇരിക്കട്ടെ എന്നാണ് ആഗ്രഹം. അത് ശരിയാ. മറ്റേ പോലെ കയറി കഴിഞ്ഞ പിന്നീട് പണിയ. കാരണം എന്താ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ശ്യാമിന്റെ പേര് എല്ലാവരും പറയണം. പക്ഷെ പുള്ളി തെലുങ്കിൽ പോയിട്ടാണെങ്കിലും ശരിക്കും സുഷിൻ ശ്യാമിനെയാണ് അനിരുദ്ധായിട്ട് കമ്പയർ ചെയ്യണം. ശരിക്കും അനിരുദ്ധായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയത് ജെയ്ക്സ് ബിജോയ്. കാരണം എല്ലാ സ്ഥലത്തും പുള്ളി ഇപ്പൊ കന്നഡ, തെലുങ്ക്, തമിഴ് എല്ലായിടത്തും പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറോ എലവേഷൻ സാധനത്തിലും ജെയ്ക്സ് ബിജോയ്. സുഷിൻ ശ്യാം അങ്ങനെ ചെയ്തിട്ടില്ല. ആവേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമല്ല. എല്ലാത്തിലും പുള്ളിയുടെ കയ്യൊപ്പുണ്ട്. പക്ഷെ ഇവന്റെ ഇപ്പൊ മറ്റേ കൽക്കി പടം അത്ര വിജയിച്ചൊന്നുമില്ല. പക്ഷെ അതിന്റെ ടോൺ തന്നെ ഉസൈൻ ബോൾട്ട് അത്രയ്ക്ക് ഹെവി ആയിട്ടാണ് പുള്ളിയുടെ സാധനം. അതിന്റെ പുള്ളിയുടെ ഒരു സാധനം ഇതിലുണ്ട്. ഇതിൽ ആ ഒരു ട്രീറ്റ് അടിപൊളിയായിരിക്കും. എനിക്ക് അങ്ങനെ കണ്ടിട്ട് തന്നെ തോന്നുന്നു. ചമ്മൻ ചാക്കോവും ജോമുട്ടി ജോണുമാണ് പറയണ്ട. ടെക്നിക്കൽ സൈഡ് വിഷ്വലി കത്തിക്കും ഉറപ്പാണ് എല്ലാ രീതിയിലും. അതായത് ശരിക്കും ഇതിന്റെ ടെക്കി സൈഡ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഹെവി ആൾക്കാരാണ്. വൈശാഖ് ഇവര് ക്യാമറ ഇതെല്ലാം നോക്കുമ്പോൾ അടിപൊളി ആൾക്കാരാണ്. എന്തായാലും കെടുവായിരിക്കുന്നു വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ ഒരു ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ. യെസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.